ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊന്നു സ്വാഗതം പറയാനില്ല, കാരണം ഞാനും പൊന്നും പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. പൊന്നിനോട് മിണ്ടുന്നില്ല. ഞങ്ങൾ രണ്ടുപേരോട് ഉച്ചയ്ക്ക് ചുമ്മാ വഴക്കൂടിയതാണ്. അപ്പം ഒന്ന് രണ്ട് പറഞ്ഞ് അടിയായിട്ടോ. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം ഞങ്ങൾ വഴക്കൂടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഞാൻ പോയി ഇങ്ങനെ പിടിച്ചു, കവിളിൽ ഇങ്ങനെ തൊട്ടു. അപ്പോൾ തൊട്ടപ്പോൾ ഇവിടെ കവിളിൽ പല്ല് വരുന്നുണ്ട്, പുതിയ പല്ല് പൊന്നുവിന്, ഫ്രഷ് പല്ല്. അല്ലേ കുഞ്ഞാ? അല്ലേ? പുതിയ പല്ലാട്ടോ പൊന്നുവിൻ്റെ അത്. അപ്പോൾ അത് ഭയങ്കര വേദന പൊന്നുവിന്. അപ്പോൾ അത് തൊടാൻ പോലും വരത്തില്ല. ഞാൻ അറിയാണ്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്നാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചതാണ്. ചെയ്യാൻ പാടില്ലായിരുന്നു. ഭയങ്കര മോശമായിപ്പോയി. പിന്നെ ഭയങ്കര വേദനിച്ചിട്ട് പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിക്ക് പിണങ്ങിയതാണ് കേട്ടോ. വൈകുന്നേരം 6 മണിയായിട്ടുണ്ട്. 6 മണിയായിട്ടും പിണക്കം മാറിയിട്ടില്ല. ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കിടക്കുന്നത് കണ്ടിട്ട് എന്നോട് മിണ്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതോടെ മിണ്ടിയിട്ടില്ല. ഞാൻ ഒന്ന് നടന്നപ്പോഴേക്കും പൊന്നു അലമാരയൊക്കെ തുറന്നിട്ട് ഭയങ്കര അടുക്കിപ്പറക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്താ ചെയ്യുന്നത്? പെട്ടി കണ്ടോ? പെട്ടി അടയ്ക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നോട് മിണ്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ക്ലീനിങ്ങാ. എങ്ങനെയുണ്ട് ഇപ്പോൾ? എങ്ങനെയുണ്ട് ഇപ്പോൾ? കേട്ടോ, കറണ്ടൊക്കെ ഓഫാക്കിയിട്ട് പോയത് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. നമുക്ക് ലൈറ്റ് ഓണാക്കാം. ഞാൻ എന്താ ചെയ്യുക? ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി കേട്ടോ. നിങ്ങൾ ആരെങ്കിലും വഴക്കൂടി എടുത്തിട്ടോ? ഓരോന്ന് പറഞ്ഞ് വഴക്കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും അവസാനം പിന്നെ രണ്ടുപേരുടെ തെറ്റുണ്ട്. എൻ്റെ അടുത്ത് മാത്രമല്ല തെറ്റ്, എൻ്റെ അടുത്ത് മാത്രമല്ല തെറ്റ്, രണ്ടിടത്ത് മാത്രം തെറ്റുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. കുറേ പഠിച്ചു പോയിട്ട് ഞാൻ നോക്കി, പക്ഷേ മിണ്ടുന്നില്ല. ഏറ്റവും നോക്കാം. ഞാനാണ് കുഞ്ഞിപ്പണ്ട് കൂടെ നടക്കുമേ അപ്പുജി ഉറക്കമാണല്ലോ കുഞ്ഞുപാട നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ നമ്മുടെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയേക്ക് വരും. നമ്മുടെ AC കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വണ്ടി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. വണ്ടി കൊടുക്കാൻ പോകുന്നതിന് മുന്നെയാണ് വഴക്ക് കൂടിയത്. പക്ഷെ പോയിട്ട് വന്നിട്ടും ഇതുവരെയായിട്ടും വഴക്ക് നിന്നിട്ടില്ല. വണ്ടി കിട്ടണമെങ്കിൽ ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയും. പക്ഷേ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. പൊന്നോ എവിടെ പോയതായിരുന്നു, എന്തിനാ പോയതൊന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങനെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം കാണാണ്ടിരിക്കുമ്പോൾ വിളിക്കൂല സ്വാഭാവികമായിട്ടും, എവിടെയെന്ന് വെച്ചിട്ട്. വിളിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ പൊന്നു മിണ്ടുമായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. ഇത് റിയലായിട്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ, അല്ലാണ്ട് ഡ്രാമയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിങ്ങളതൊന്നും തെറ്റിദ്ധരിക്കണ്ട. അമ്പിതെന്താ കുഞ്ഞ സ്റ്റൈല് തലയിൽ? കുഞ്ഞാ തലയിലത് പുതിയ സ്റ്റൈല്. അത് കൊള്ളാലോ, അത് ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നോ രക്ഷ, മിണ്ടുന്നേ ഇല്ല. എന്ത് ചെയ്യും ഇനി? ഞാൻ അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞാലോ അത് ശരിയാവില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പൊക്കോളാൻ പറയും. ഒരു ഐഡിയ ഓർത്തിട്ട് പിടിയെടുത്തില്ല കേട്ടോ. ഒന്നും ഓർത്തിട്ട് അങ്ങ് സെറ്റാകുന്നില്ല കേട്ടോ. ഐഡിയ അങ്ങ് വർക്കൗട്ട് ആകുന്നില്ല. ഇപ്പോഴാണെങ്കിൽ പണങ്ങിയിരുന്ന ഒരുമാതിരിയാണ്. പണങ്ങിയിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. പണക്കം മാറ്റാനാണെങ്കിൽ എന്ത് കാണിച്ച് പണക്കം മാറ്റാനൊന്നും അങ്ങനെ പറ്റത്തില്ല. അവൾ തന്നെ പണങ്ങി ഇങ്ങോട്ട് പണിയേണ്ടി കയറണം. അതിനെ പണക്കന്മാർ വിടുകളുടെ അല്ലാണ്ടെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടോ അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിശന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്നല്ല പറഞ്ഞു നോക്കാം. പക്ഷേ ഫുഡ് ഇവിടെ ഉള്ളതുകൊണ്ട് അത് നടക്കില്ല കൂട്ടുകാരെ. അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. വിശന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ ഫുഡ് എടുത്ത് കഴിക്കും. നമ്മൾ പണ്ട് മറ്റേ ക്യാരവാനിലൊക്കെ ആയിരുന്ന പോലെയൊക്കെ ആയിരുന്നതിൽ വിശന്ന് കഴിഞ്ഞാൽ ഇത്തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ പണക്കം മാറുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നടക്കില്ല. വീട്ടിലായോട്ട് നടക്കത്തില്ല. എന്ത് ചെയ്യും?
ചുമ്മാ ഒന്ന് പൊന്നിനെ വിളിച്ചു നോക്കാം കേട്ടോ. പൊന്നോ 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 പൊന്നോ, ഇടി ഒന്ന് വാ പൊന്നോ. വേറൊരു ഐഡിയ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വയ്യ എന്ന് പറഞ്ഞ് ഞാൻ അഭിനയിക്കാം. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറ് ഇല്ല. എന്തെനിക്കെന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞാൽ അഭിനയിക്കാം. ഇപ്പം എന്തിനും വേദനയാണെന്ന് എന്തിനു പറഞ്ഞിട്ട് വല്ലാണ്ട് വയ്യാന്ന് പോലെ അഭിനയിക്കാം. അപ്പം അത് കണ്ടിട്ട് പോലെ സങ്കടം മറ്റേ വന്നാലോ വരുമായിരിക്കും. കുഞ്ഞാ പൊന്നോ, കുഞ്ഞാ വായു കുടിക്കുന്ന എടുത്തു തരാമോ പൊന്നോ? പൊന്നോ, മിണ്ടി കേൾക്കുന്നവരുമില്ല. ഇപ്പം മിണ്ടി തന്നെ. പക്ഷെ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചില്ല. കുഞ്ഞിന് പല്ലിൽ ഇങ്ങനെ വേദന ഉള്ളത് ഞാൻ ഓർത്തില്ല. ജസ്റ്റ് ഇങ്ങനെ അമ്മയ്ക്കൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അവിടെ എന്താ വെച്ചിട്ടാണ് ഇങ്ങനെ ഓടിച്ചോളൂ. കറക്റ്റ് ഈ മോണ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ തട്ടിയിട്ട് കുഞ്ഞ് ഭയങ്കര വേദനിച്ച് അല്ലാണ്ട് കരഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നെ ചെയ്തു പോയത് ഓർത്തിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഓർത്ത് ചിലപ്പം വീഡിയോ എടുക്കാൻ നേരത്ത് അവൾ ചിരിക്കുമെന്ന് ഓർത്തേ. പക്ഷേ അവൾ ചിരിച്ചില്ല. അവളങ്ങനെ ചിരിക്കുന്നതായിരുന്നു. പക്ഷെ അവൾ ചിരിച്ചില്ല കേട്ടോ. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും. പൊന്നോ പൊന്നോ, കുഞ്ഞാ വായു കൂടി ഒന്ന് എടുത്ത് തരുമോ പൊന്നോ? ഒരു വയറുവേദനയാടി, ഒന്ന് എടുത്ത് തരുമോ? വായു കുടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൊണ്ടിട്ടോപ്പമോ ഒപ്പിടി ഉടക്കം മാഴിയിൽ ഇരുവരിയായിട്ട് എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയാ പുറത്ത്, നല്ല തണുപ്പൊക്കെ ആയിട്ട് സങ്കടം വരും കേട്ടോ. ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാളപ്പന്നിക്കുന്ന സ്വഭാവമാണ് എൻ്റെ. എന്താ കണക്കും കുറച്ച് നേരത്തേക്കാണ് മാറുള്ളൂ. ഒരു 3-4 മണിക്കൂറായിട്ടോ. 4 5-6 മണിക്കൂറായി ഇപ്പോൾ. പൊന്നോ നോ രക്ഷ. ഇനി പൊന്നുവിൻ്റെ പിണക്കം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യും? പൊന്നു കുളിക്കാൻ പോയി തോന്നുന്നു. പൊന്നു ആണേ മിണ്ടുന്ന ഇത്രയായിട്ട് എനിക്കാണ്. അയ്യോ, ഇതാണ് മിണ്ടാതിരിക്കും. ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ വല്ലാതെ നല്ല സങ്കടമാവില്ലേ? സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഞാൻ ആരോട് പറയാനാ? പൊന്നു വന്നു. പൊന്നു അപ്പുറം റൂമിലോട്ട് കേട്ടോ. കുഞ്ഞാ പിടിച്ചിട്ട് കിട്ടിയില്ല. കണ്ടില്ലേ, നോ രക്ഷ. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. വെയിറ്റ് ചെയ്ത് കുഞ്ഞിപ്പെണ്ണ് വരെ എണീച്ചോട്ടോ. ഫോൺ എടുത്തായിരുന്നോ? ഇതെപ്പോഴും അടുത്തോണ്ട് വെച്ചേ. പെണ്ണ് ഫോൺ എടുത്തോണ്ട് വെച്ചാ കേട്ടോ. സ്കൈ 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 ഇങ്ങോട്ട് നോക്ക്. സ്കൈയും നോക്കുന്നില്ലല്ലോ. സ്കൈനെ പൊന്നു പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാൻ തോന്നുന്നു എന്നോട് മിണ്ടായിരിക്കാൻ. ആനോ കുഞ്ഞേ, അപ്പനുണ്ടല്ലോ. അമ്മ മിണ്ടണില്ല. അമ്മ പെണങ്ങിയിരിക്കുക. എന്താ ചെയ്യാ?
എന്ത് ചെയ്യും? അപ്പനോട് അമ്മ മിണ്ടണില്ല. സ്കൈ ആണ് ഉറക്കം എണീക്കാനുള്ളതിന് മൂട്ടാണ് കേട്ടോ. സ്കൈ 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 അപ്പനോട് ആവരാ. കുഞ്ഞിപ്പെണ്ണ് തിരിഞ്ഞോ കേട്ടോ. പറഞ്ഞില്ലേ കുഞ്ഞിപ്പെണ്ണിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ ഒറ്റയ്ക്കാക്കും കേട്ടോ. ഞാൻ നോക്കുന്നത് നീ ചോദിച്ചപ്പോൾ നീ ഒന്നും മിണ്ടിയില്ലല്ലോ. അപ്പനോട് അമ്മ മിണ്ടണില്ല. അപ്പം എന്താ ചെയ്യാൻ നമ്മൾ? പുതപ്പൊക്കെ ചവിട്ടി പുറത്താക്കും കേട്ടോ. പുതപ്പിടുന്ന പെണ്ണാണ് ഇഷ്ടമല്ല. ചവിട്ടി പുറത്താക്കും കുഞ്ഞിപ്പെണ്ണ. എന്നാ എന്താ ഇഞ്ചിപ്പാ എന്റെ ചങ്കടായേ? സ്വപ്നം കണ്ടോ കൊച്ച്? എന്റെ സ്വപ്നം കണ്ടേ? മറ്റു പോയിന്റ് സ്വപ്നം കണ്ടിട്ട് കുഞ്ഞോ എന്താ അത്? എന്റെ സെക്ടറാ. ഞാൻ എടുത്ത് വെച്ചൊന്നുമല്ല അവിടെ. പുറത്തിനുള്ളിൽ ആരോ കയറ്റി വെച്ചേ? ഞാനല്ല. എന്തിനാ എന്നെ നിങ്ങൾ നോക്കമ്മേ? നോ രക്ഷ. ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യും കൂട്ടുകാരെ. മിണ്ടുമായിരിക്കൂലേ, പക്ഷെ ഇത്ര നേരം അങ്ങനെ മിണ്ടാതിരിക്കില്ല. പൊതുവെ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ടോ അതാന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് വേറെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ശരി.